നിന്റെ നാത്തൂന്റെ മസാജും തൈലം തേപ്പും. നമ്മുടെ കുഞ്ഞിനെ കൊല്ലാനായിരുന്നു ഇവളുടെ പ്ലാൻ. മനോജ്, ഞാൻ മിണ്ടരുത് നീ. അപ്പോ അന്ന് ഇതുപോലെ നിങ്ങൾ എന്നെ തെന്നി വീണത് ഇതിന്റെ മോഗ്രിലായിരുന്നു അല്ലേ? ആരുടെ കുളിമുറിയിലേക്ക് പൊക്കോ. വന്ന് ആ വന്ദനേ, ഈ ചൂട് മതിയാവും നോക്കിയേ. ഇത് മതി. പ്രകാശേട്ടൻ എന്തിനാ ഇങ്ങനെ പാടുപെടുന്നത്? ഇതൊക്കെ ഞാൻ ചെയ്യില്ലേ? ഇതൊക്കെ നീ ഒറ്റയ്ക്ക് ചെയ്യുന്ന അറിയുന്നോണ്ട് തന്നെയാ സുയിത്ര എന്നോട് പറഞ്ഞത് വെള്ളം ചൂടാക്കി കൊടുക്കണമെന്ന്. അതൊന്നും സാരമല്ല പ്രകാശേട്ടാ. വന്ദനേ, ഹരിതയെ പോലെ നീയും ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്നവളല്ലേ? ആ കാര്യം നീ മറക്കരുത്. ഗോകുലിന്റെ പേരിലുള്ള പൂജ ചെയ്തുകൊണ്ട് അവൾ അമ്പലത്തിൽ പോയത്. ചൂടായത് മതി പ്രകാശേട്ടാ. ഞാനേ വെള്ളം എടുത്തിട്ട് ബാത്റൂമിൽ വെക്കട്ടെ. ഏയ് വേണ്ട വേണ്ട, ഞാൻ എടുത്തു വയ്ക്കാം. ആ വന്ദനേ, നീ ബാത്റൂമിലേക്ക് ചെല്ല്, വെള്ളം ഞാൻ കൊണ്ടുവരാം. പ്രകാശേട്ടാ, ഇത് ഞാൻ എടുത്തോളാം. നല്ല കഥ. ഗർഭിണിയായ നിന്നെ കൊണ്ട് ഞാൻ ഭാരം ചുമപ്പിക്കാനോ? വന്ദനേ, നീ ഞാൻ പറയുന്ന കേക്ക്, ചെല്ല്. പ്രകാശേട്ടന്റെ ഒരു കാര്യം. ഹരിതയുടെ നിലവിളിയല്ലേ കേട്ടത്? അയ്യോ, വാ നോക്കാം. അയ്യോ ഹരിതേ, എന്താ പറ്റിയേ? അയ്യോ പ്രകാശേട്ടാ, പ്രകാശേട്ടാ, ഈശ്വരാ, പ്രകാശേട്ടാ. എന്ത് പറ്റി? വീണോ? ഒന്ന് പിടിച്ചേ. എനിക്ക് മോളെ എന്താ പറ്റിയ? പതുക്കെ. ഈശ്വരാ, മോളെ മോളെ എങ്ങനെയുണ്ട്? എന്തു പറ്റി ഹരിതേ? വന്ദനേച്ചി, ഈശ്വരാ, ഒന്നും വരുത്തല്ലേ. വാ. മനോജേ, പ്രശ്നം ഉണ്ടാക്ക്. പ്രകാശേട്ടാ, പ്രകാശൻ എന്താ ഈ പറയുന്നേ? ഞാൻ നിന്നോട് പറഞ്ഞില്ലടാ, ഞാൻ നിനക്ക് പലതും ചെയ്തു തരുമ്പോ അതിന് പകരമായി നീ എനിക്ക് പ്രത്യുപകാരം ചെയ്തു തരണമെന്ന്. അതിന് ഹരിതയ്ക്കൊന്നും പറ്റിയില്ലല്ലോ. ഇനി പറ്റാതിരിക്കാനടാ. സമയം പോന്നു. ഇരുമ്പ് ചൂടായിരിക്കുമ്പോഴാടാ അടിക്കേണ്ടത്. ഇതാടാ സമയം. നീ ഇവിടെ ചൂടാക്കിയില്ലെങ്കിൽ എന്റെ മൊബൈൽ കിടക്കുന്ന നിന്റെ മോഷണ വീഡിയോ ഞാൻ സർക്കിളിന്റെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്യും. ഓ ചെല്ലടാ. പോടാ. മതി. കുറച്ച് നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു. ഇവിടെ നാടകം കളിക്കാൻ പലരും മിടുക്കന്മാരും മിടുക്കുകളുവാ. മനോജ്, നീ ഇതെന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? നാടകോ? വന്ദനേച്ചി, ഹരിതയുടെ ദേഹത്ത് നിന്ന് കൈയെടുക്ക, കൈയെടുക്കാൻ. മതി. ശുശ്രൂഷയും പരിചരണമൊക്കെ മതി. മനോജേ, അച്ഛാ വേണ്ട. അച്ഛന്റെ ഈ മോളോടെ ഇന്നത്തോടെ ചികിത്സ അവസാനിപ്പിക്കാൻ പറഞ്ഞേക്കണം. മനോജ്, നിനക്ക് എന്താണ് പറ്റിയേ? നീ സംസാരിക്കരുത് ഹരിതേ. നിനക്ക് കുറുപ്പിന്റെ മോളാണെന്നുള്ള പത്രാസും പിന്നെ കുറച്ച് അഹങ്കാരവും മാത്രമേ ഉള്ളൂ. ചതിയും വഞ്ചനയും ഇല്ല. ചതിയും വഞ്ചനയും കണ്ട നിനക്കത് പെട്ടെന്ന് മനസ്സിലാവുകയില്ല. മിണ്ടരുതെന്ന് പറഞ്ഞ നീ മിണ്ടരുത്. വന്ദനേച്ചി,
ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുക. എന്റെ കുഞ്ഞിനെ കൊന്നാൽ നിങ്ങൾക്ക് എന്ത് നേട്ടാ കിട്ടാൻ പോകുന്നത്? മനോജേ, വേണ്ട. അന്ന് മരുന്നിൽ വിഷം കലർത്തി കൊടുത്ത് എന്റെ കുഞ്ഞിനെ കൊന്നപ്പോഴും അമ്മ ഇവക്ക് വേണ്ടി വാദിച്ചതാ. ഇന്നിപ്പോ വീണ്ടും എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയിരിക്കുക. അമ്മയ്ക്ക് അമ്മയുടെ മോള് പ്രിയപ്പെട്ടതായിരിക്കും. അതിനേക്കാൾ പ്രിയപ്പെട്ടതാ എനിക്കും ഹരിതയ്ക്കും ജനിക്കാൻ പോകുന്ന ഞങ്ങളുടെ കുഞ്ഞ്. മനോജേ, വേണ്ട, വെറുതെ അനാവശ്യം വിളിച്ച് പറയണ്ട. ബാത്റൂമിലൊക്കെ തൈലം കിടക്കുന്നുണ്ടല്ലോ. ആരെങ്കിലും എണ്ണ കോരി ഒഴിച്ചിരുന്നോ? ഏ? ഇപ്പൊ എങ്ങനെയുണ്ട്? പ്രകാശനം പറഞ്ഞത് സത്യമായില്ലേ? ഇവളുടെ കാലിന്റെ പാത മുഴുവൻ എണ്ണ പറ്റി പിടിച്ചിരിക്കുക. കണ്ടോടി നീ? ഇപ്പോഴെങ്കിലും ബോധ്യമായോ നിനക്ക്? നിന്റെ നാത്തൂന്റെ മസാജും തൈലം തേപ്പും. നമ്മുടെ കുഞ്ഞിനെ കൊല്ലാനായിരുന്നു ഇവളുടെ പ്ലാൻ. മനോജെ, ഞാൻ മിണ്ടരുത് നീ. അപ്പോ അന്ന് ഇതുപോലെ നിങ്ങൾ എന്നെ തെന്നി വീണത് ഇതിന്റെ മോക്ഡ്രില്ലായിരുന്നു അല്ലേ? റിഹേഴ്സൽ നടത്തി ഒരു കാര്യം ചെയ്യാനുള്ള പ്ലാനിങ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അച്ഛാ, അച്ഛന്റെ ഈ മോളിലെ ഒരു സാഡിസ്റ്റാ. മറ്റുള്ളവരുടെ സന്തോഷം കാണാൻ ഇഷ്ടപ്പെടാത്ത സാഡിസ്റ്റ്. മനോജേ, ചുമ്മാതല്ല, അന്ന് താലി കെട്ടാൻ വന്നവൻ പെരി വഴി വെച്ച് വണ്ടി ഇടിച്ച് ചത്തത്. വന്ദന നിന്റെ പെങ്ങളായതുകൊണ്ടാ ഞാൻ എല്ലാം കേട്ടുന്നത്. ഇനിയൊരു അക്ഷരം നീ മിണ്ടിയാ അച്ഛനും അമ്മയും അടുത്ത് നിൽക്കുന്നൊന്നും ഞാൻ നോക്കില്ല. ചവിട്ടി കൂട്ടിക്കളയും ഞാൻ. ഈ ജഗനോള ആണത്തിലൊന്നും നിനക്ക് ഇതുവരെ വന്നിട്ടില്ല. ജഗ, വേണ്ട. ഓഹോ, കെട്ടിയോനും കൂടെ അറിഞ്ഞിട്ടുള്ള പണിയായിരുന്നല്ലേ ഇത്? ദേ, അനാവശ്യം പറഞ്ഞ അടിച്ച് നിന്റെ 32 പല്ല് ഞാൻ താഴെയിടും. മതി, നിർത്ത്. ജഗ, അകത്തേക്ക് പോ. ചെല്ലു. മനോജേ, നീ ഹരിതയും കൂട്ടി അകത്തേക്ക് പോ. ഹരിതേ, പതുക്കെ സൂക്ഷിച്ചു. പതുക്കെ. മോള് വിഷമിക്കണ്ട. അവനെന്തോ ഭ്രാന്തി പിടിച്ചതാ. പാവം, നിന്നെ പോലൊരു കൂടപ്പറപ്പിന്റെ മനസ്സ് മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞില്ലല്ലോ മോളെ. നല്ലവർക്കൊന്നും അല്ലേല് ഈ ഭൂമിയില് ഒരു വിലയില്ല. പ്രകാശേട്ടാ, എന്നാലും എന്നെ